Hi everyone, welcome back to Learnino. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് permutations and combinations ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക് ആണ്. So let us start. What is permutation? A permutation is an arrangement in a definite order of a number of objects taken all or some at a time. അപ്പോൾ ശരിക്കും എന്താ ഇത് ഒരു അറേഞ്ച്മെന്റ് ആണ്. ഓക്കെ, പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്ന ഒരു അറേഞ്ച്മെന്റ് ആണ്. ബട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇറ്റ് ഹാസ് എ പെർട്ടിക്കുലർ ഓർഡർ, ഒരു സ്പെസിഫിക് ഓർഡർ ഉണ്ട്. ഓക്കെ, അല്ലാതെ തോന്നിയ പോലെ ഒരു അറേഞ്ച്മെന്റ് അല്ല, ഒരു പെർട്ടിക്കുലർ സീക്വൻസ് അല്ലെങ്കിൽ ഓർഡറിലാണ് നമ്മൾ ഈ അറേഞ്ച്മെന്റ് ചെയ്യുക. അതിനാണ് പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. സോ ഇൻ എ പെർട്ടിക്കുലർ ഓർഡർ a number of objects are taken all or some at a time. ഒന്നുകിൽ എല്ലാ ഒബ്ജക്ട്സും അറ്റ് എ ടൈം നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിലത്തെ കുറച്ച് ഒബ്ജക്ട്സ് മാത്രം അറ്റ് എ ടൈം എടുക്കുക. ഓക്കെ, അപ്പൊ അതിനെയാണ് പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഫാക്ടോറിയൽ റെപ്രസെന്റേഷൻ. ഫാക്ടോറിയൽ റെപ്രസെന്റേഷൻ പറഞ്ഞാൽ നമുക്കറിയാം ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എന്താണ് അല്ലെ? ദ കണ്ടിന്യൂഡ് പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്, that is 1 into 2 into 3 into etc into n minus 1 into n is called n factorial and is denoted by n factorial. Clear ആയല്ലോ? അപ്പൊ n factorial എന്ന് പറയുന്നത് എന്താണ്? 1 into, ഇപ്പൊ നമ്മൾ നോർമലി എഴുതുന്നത് n into n minus 1 into n minus 2 into etc up to 1. ഇതെല്ലാം പ്രോഡക്റ്റ് ആണ്. n into n minus 1 into n minus 2 into etc up to 1 വരെയുള്ള പ്രോഡക്റ്റ് ആണ്. ഓക്കെ, റിവേഴ്സ് ഓർഡറിൽ നമ്മൾ ജസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് എഴുതില്ലേ? സോ ഇവിടെ ജസ്റ്റ് റിവേഴ്സ് ഓർഡറിൽ കാണിച്ചു മാത്രം. ദാറ്റ് is starting from 1 till n. ഓക്കെ, അതിന്റെ പ്രോഡക്റ്റ് ആണ് n factorial എന്ന് പറയുന്നത്. n നാച്ചുറൽ നമ്പേഴ്സിന്റെ കണ്ടിന്യൂഡ് പ്രോഡക്റ്റ് ആണ്. ക്ലിയർ ആയല്ലോ? ഇനി 0 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1 ആണ് വാല്യൂ. ഓക്കെ, 0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 0 അല്ല, വാല്യൂ is 1. If n is negative or a fraction, n factorial is not defined. ഇപ്പൊ സപ്പോസ് ഈ n ന്റെ വാല്യൂ, അതായത് n ഫാക്ടോറിയൽ n എന്ന് പറയുന്നത് 0 ആണെങ്കിൽ ദാറ്റ് മീൻസ് 0 ഫാക്ടോറിയൽ ഈക്വൽ ടു 1. പിന്നെ സപ്പോസ് n is നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷൻ ആണെങ്കിൽ then n factorial is not defined. മനസ്സിലായോ? അപ്പൊ ആ കേസിൽ n factorial not defined ആണ്, നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷൻ വന്നിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് തിയറംസ് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് തിയറംസ് നോക്കാം. The number of permutations of n different objects taken are at a time where 0 less than or equal to r less than or equal to n and the objects do not repeat is n into n minus 1 into n minus 2 into etc up to n minus r plus 1, which is denoted by p of nr is equal to npr. Clear ആയല്ലോ? അതായത് നമ്മളിപ്പോ n ഡിഫറെന്റ് ഒബ്ജക്ട്സിന്റെ പെർമ്യൂട്ടേഷൻ ചെയ്യാൻ പോവാണ്. പെർമ്യൂട്ടേഷൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ഡെഫിനിറ്റ് ഓർഡറിലുള്ള അറേഞ്ച്മെന്റ്. ഇപ്പൊ ടേക്കൺ ആർ അറ്റ് എ ടൈം. ഇപ്പൊ ആർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒബ്ജക്ട്സ് നമ്മളിപ്പോ എടുക്കുന്നത്, ആ ആറ് നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ആണ് നമ്മൾ അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. n അപ്പൊ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ്. ഇപ്പൊ n ഡിഫറെന്റ് ഒബ്ജക്ട്സ് ഉണ്ട്, അതിൽ നിന്ന് 6 ഒബ്ജക്ട്സ് ആണ് നമ്മൾ പെർമ്യൂട്ടേഷൻ ചെയ്യാൻ പോകുന്നത്, അറേഞ്ച്മെന്റ് ചെയ്യാൻ പോകുന്നത്. ആറിന്റെ വാല്യൂ എന്തായിരിക്കും? 0 മുതൽ n വരെ ആയിരിക്കും. ആൻഡ് നമ്മൾ ഈ അറേഞ്ച്മെന്റ് ചെയ്യുമ്പോൾ എടുക്കുന്ന 6 ഒബ്ജക്ട്സിൽ, ഇപ്പൊ 6 ഒബ്ജക്ട്സ് എന്നാണ് എടുക്കുന്നത്. സോ ആ ഒബ്ജക്ട്സ് ഒരിക്കലും റിപ്പീറ്റഡ് ആയിരിക്കില്ല. അതായത് സപ്പോസ് നമ്മൾ എടുക്കുന്ന പെർമ്യൂട്ടേഷനിൽ നമ്മൾ റിപ്പീറ്റഡ് അറേഞ്ച്മെന്റ് എടുക്കുന്നില്ല, സെയിം ഒബ്ജക്ട് തന്നെ മോർ ദാൻ വൺസ് എടുക്കുന്നില്ല. അപ്പൊ റിപ്പീറ്റഡ് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അതിന്റെ വാല്യൂ വരിക? npr എന്നാണ് എഴുതുക. ദാറ്റ് ഈസ് npr is equal to n factorial by n minus r factorial. 0 less than or equal to r less than or equal to n. ഓക്കെ, അപ്പോൾ n ഒബ്ജക്ട്സ് ഉണ്ട്, അതിൽ നിന്ന് 6 ഒബ്ജക്ട്സ് അറേഞ്ച് ചെയ്യണം, പക്ഷെ റെപ്പിറ്റേഷൻസ് ഇല്ല. അപ്പൊ അങ്ങനെയാണ് npr n factorial by n minus r factorial. r ന്റെ വാല്യൂ 0 to n ആണ്. Number of permutations of n different objects taken are at a time where repetition is allowed. അതിന്റെ നേരെ ഓപ്പോസിറ്റ് കേസ്, അതായത് റെപ്പിറ്റേഷൻ അലൗഡ് ആണ്. റിപ്പീറ്റഡ് ഇപ്പൊ 6 ഒബ്ജക്ട്സിൽ നമ്മൾ അറേഞ്ച്മെന്റ് ചെയ്യുമ്പോൾ ഒബ്ജക്ട്സ് റിപ്പീറ്റഡ് ആയിട്ടും അറേഞ്ച് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അതിന്റെ വാല്യൂ, അതായത് നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് എന്തായിരിക്കും? n raised to r. n എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ആണ്, അതിൽ നിന്ന് 6 ഒബ്ജക്ട്സ് ആണ് അറ്റ് എ ടൈം ഇപ്പൊ അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. ദെൻ റെപ്പിറ്റേഷൻ അലൗഡ് ആണെങ്കിൽ n raised to r ആണ് നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഉണ്ടാവുക. The number of permutations of n objects where p objects are of same kind. അതായത് ഇപ്പൊ n ഒബ്ജക്ട്സ് ഉണ്ട്, അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ n ഒബ്ജക്ട്സ് നമ്മൾ പെർമ്യൂട്ടേഷൻസ് പെർഫോം ചെയ്യുമ്പോൾ p ഒബ്ജക്ട്സ് സെയിം കൈൻഡ് ആണെന്ന് വിചാരിക്കുക, സെയിം ടൈപ്പ് ആണെന്ന് വിചാരിക്കുക. ആൻഡ് റെസ്റ്റ് ഓൾ ആർ ഡിഫറെന്റ്. ബാക്കിയെല്ലാം ഡിഫറെന്റ് ആണ്, അതിൽ p ഒബ്ജക്ട്സ് ഓൾമോസ്റ്റ് സെയിം ടൈപ്പ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ആ കേസിൽ എന്തായിരിക്കും? n factorial divided by p factorial. ഓക്കെ, n factorial divided by p factorial. p എന്ന് പറയുന്നത് സെയിം ടൈപ്പ് ഓഫ് ഒബ്ജക്ട്സ് ആണ്, ബാക്കി p ഒഴിച്ച് ബാക്കി എല്ലാ ഒബ്ജക്ട്സും ഡിഫറെന്റ് ടൈപ്സ് ആണ്. The number of permutations of n objects where p1 objects are of one kind, p2 objects are of second kind, and pk are of kth kind, and the rest, if any, are of different kind. Then number of permutations in the n factorial.
by p1 factorial by p2 factorial, sorry, that is n factorial divided by p1 factorial into p2 factorial into etc. up to pk factorial. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് p objects സിമിലർ കൈൻഡ് ആണെങ്കിലാണ്. അപ്പോൾ സെക്കൻഡ് കേസിൽ നമ്മൾ പറയുന്നത് അതുപോലെ ഓരോന്നും ഓരോ ടൈപ്സ്, അതായത് p1 എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ കൈൻഡ്, ഓക്കെ, ഫസ്റ്റ് കൈൻഡ് ഓഫ് ഒബ്ജക്ട് സെയിം ടൈപ്പ്. അഗെയിൻ p2 പറയുന്നത് സെക്കൻഡ് കൈൻഡ് ഓഫ് ഒബ്ജക്ട്സ്, ആ p2 ല് സിമിലർ ആയിരിക്കും. അങ്ങനെ pk വരെ ഉണ്ടെങ്കിൽ നമ്മൾ ജനറലൈസ് ചെയ്ത് പറയാണ്. then kth കൈൻഡ് ഓഫ് ഒബ്ജക്റ്റ് ആണ് pk. ബാക്കി ഇനി pk കഴിഞ്ഞിട്ടും വേറെ ഏതെങ്കിലും ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ അത് ഡിഫറെന്റ് കൈൻഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ കേസിൽ നമ്മൾ എടുക്കുന്ന നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഓരോ ടൈപ്സിന്റെ ആ കറസ്പോണ്ടിങ് ഫാക്ടോറിയൽസ്, അതായത് p1 ഫാക്ടോറിയൽ, p2 ഫാക്ടോറിയൽ എക്സെട്ര അപ് ടു pk ഫാക്ടോറിയൽ. നെക്സ്റ്റ് വൺ സർക്കുലർ അറേഞ്ച്മെന്റ്. ഇപ്പൊ ഒരു സർക്കുലർ വേയിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യാന്നുള്ളത് നോക്കാം. The number of circular permutations of n different things taken all at a time when clockwise and anti-clockwise orders are taken as different. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സർക്കുലർ അറേഞ്ച്മെന്റ് ആണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ സർക്കുലർ വേയിലാണ് നമ്മൾ ഒബ്ജക്ട്സിനെ അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പൊ n ഡിഫറെന്റ് ഒബ്ജക്ട്സ് ഉണ്ട്. ഇനി ക്ലോക്ക് വൈസ്, അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം, ഒന്ന് ക്ലോക്ക് വൈസിലും ഒന്ന് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും നമുക്ക് അറേഞ്ച്മെന്റ് ചെയ്യാം. പക്ഷെ ഫസ്റ്റ് കേസിൽ നമ്മളിപ്പോൾ പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അറേഞ്ച് ചെയ്യുന്നതും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അറേഞ്ച് ചെയ്യുന്നതും നമ്മൾ ഡിഫറെന്റ് കേസസ് ആയിട്ടാണ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് സർക്കുലർ പെർമ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത് n-1 ഫാക്ടോറിയൽ ആണ്. അതായത് ക്ലോക്ക് വൈസ് ആൻഡ് ആന്റി ക്ലോക്ക് വൈസ് ഓർഡേഴ്സ് ആർ ടേക്കൺ ആസ് ഡിഫറെന്റ്. അപ്പോൾ n-1 ഫാക്ടോറിയൽ. ഇനി നമ്പർ ഓഫ് സർക്കുലർ പെർമ്യൂട്ടേഷൻസ് ഓഫ് n ഡിഫറെന്റ് തിങ്സ് ടേക്കൺ ഓൾ അറ്റ് എ ടൈം when anti-clockwise and clockwise orders are taken as not different. Okay, അതായത് ക്ലോക്ക്വൈസും ആന്റി ക്ലോക്ക്വൈസും രണ്ടും സെപ്പറേറ്റ് അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ആ കേസിൽ നമുക്ക് നമ്പർ ഓഫ് സർക്കുലർ പെർമ്യൂട്ടേഷൻസ്, അതായത് സർക്കുലർ അറേഞ്ച്മെന്റ്സിന്റെ നമ്പർ എത്രയായിരിക്കും? നേരത്തെ ഇപ്പൊ n-1 ഫാക്ടോറിയൽ പറഞ്ഞില്ലേ, അവിടെ രണ്ട് അറേഞ്ച്മെന്റ്സിനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്തത്, അതായത് ഡിഫറെന്റ് ആയിട്ട് എടുത്തത്. ദാറ്റ് ഈസ് ക്ലോക്ക്വൈസും ആന്റി ക്ലോക്ക്വൈസും ഡിഫറെന്റ് ആയിട്ട്. അപ്പൊ ഇവിടെ ഡിഫറെന്റ് അല്ല, സെയിം ആയിട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഹാഫ് ഇൻറ്റു n-1 ഫാക്ടോറിയൽ. ക്ലിയർ ആയല്ലോ? നേരത്തെ കിട്ടിയത് ജസ്റ്റ് ഹാഫ്, n-1 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ ഹാഫ്, into half. Number of circular permutations of n different things taken are at a time when clockwise and anti-clockwise orders are taken as different is npr by r. ഇനി ഇവിടെ പറയുന്നത് number of circular permutations n different objects ഉണ്ട്, taken are at a time. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞത് taken all at a time എന്നാണ് പറഞ്ഞത്. ക്ലിയർ ആയോ? എല്ലാ ഒബ്ജക്ട്സും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, അറേഞ്ച് ചെയ്യാം. ഇവിടെ എന്ന് പറയുന്നത് ആ n-ല് കുറച്ച്, അതായത് ആ ഒരു 6 ഒബ്ജക്ട്സ് മാത്രമേ നമ്മൾ അറ്റ് എ ടൈം അറേഞ്ച് ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ക്ലോക്ക് വൈസും, ഇപ്പൊ നേരത്തെ പറഞ്ഞ രണ്ട് കേസസും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്ലോക്ക് വൈസ് ആൻഡ് ആന്റി ക്ലോക്ക് വൈസ് ടേക്കൺ ഡിഫറെന്റ് ആണെങ്കിൽ npr by r എന്നുള്ള ടേം വരും. ഓക്കെ, ഈ ബൈ ആർ എന്നുള്ള ടേം npr by r വരും. ഇനി നമ്പർ ഓഫ് സർക്കുലർ പെർമ്യൂട്ടേഷൻസ് of n different things taken are at a time when clockwise and anti-clockwise orders are taken not different. അങ്ങനെയാകുമ്പോൾ ഇവിടെ നേരത്തെ കേസിന്റെ പോലെ ഇൻറ്റു ഹാഫ് എന്നുള്ളത്, അതായത് ബൈ 2 വരും. ക്ലിയർ ആയോ? നേരത്തെ n-1 ഫാക്ടോറിയൽ പറഞ്ഞു, ഹാഫ് ഇൻറ്റു n-1 ഫാക്ടോറിയൽ പറഞ്ഞു. അതേപോലെ ഇവിടെ npr by r-ഉം ഇവിടെ npr by 2r. ഓക്കെ, ഒരേ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രീവിയസ് കേസിൽ രണ്ടെണ്ണം പറഞ്ഞത് n ഒബ്ജക്ട്സ് നമ്മൾ അറ്റ് എ ടൈം എല്ലാം അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓൾ n ഒബ്ജക്ട്സ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ അതായത് എല്ലാം n ഒബ്ജക്ട്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ഒബ്ജക്ട്സിൽ 6 ഒബ്ജക്ട്സ് മാത്രം നമ്മൾ അറേഞ്ച്മെന്റ് ചൂസ് ചെയ്യുന്നുള്ളൂ. ആ കേസിലാണ് npr by r. സപ്പോസ് ഡയറക്ഷൻസ് ഡിഫറെന്റ് ആയി എടുത്താൽ, ഡയറക്ഷൻസ് സെയിം എടുത്താൽ എന്താ? npr by 2r. നെക്സ്റ്റ് വൺ കോമ്പിനേഷൻസ്. ഇപ്പൊ പെർമ്യൂട്ടേഷൻ നമുക്ക് മനസ്സിലായി, അതായത് വേ ഓഫ് അറേഞ്ച്മെന്റ് ആണ്, ഒരു പെർട്ടിക്കുലർ ഓർഡറിലുള്ള അറേഞ്ച്മെന്റ് ആണ്. അപ്പൊ അവിടെ ഓർഡർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് ഈച്ച് ഓഫ് ദ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഓർ സെലക്ഷൻസ് which can be formed by taking some or all of a number of objects irrespective of their arrangements is called a combination. ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പെർമ്യൂട്ടേഷനിൽ പറഞ്ഞ ഒരു വേ ഓഫ് അറേഞ്ച്മെന്റ് ആണെന്ന് പറഞ്ഞു, അത് മാത്രമേ ഒരു പെർട്ടിക്കുലർ ഓർഡർ ഉണ്ട് പറഞ്ഞു. പക്ഷെ കോമ്പിനേഷൻസിൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ചൂസിങ് അല്ലെ, സെലക്ട് ചെയ്യുന്ന രീതിയാണ്, നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ഷൻ ആണ്, അല്ലെങ്കിൽ ചൂസിങ് ആണ്, അല്ലെങ്കിൽ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് നമ്മൾ ഫോം ചെയ്യാം. ടേക്കിംഗ് ഓൾ അറ്റ് എ ടൈം അല്ലെങ്കിൽ കുറച്ച് ഒബ്ജക്ട്സ് മാത്രം കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ അറേഞ്ച്മെന്റ്സ് ആണ്, അതായത് അറേഞ്ച്മെന്റ്സിന്റെ ഓർഡർ ഒരിക്കലും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, അതെ, ബോധേഡ് അല്ല. സോ അത് ഇമ്മെറ്റീരിയൽ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പൊ എങ്ങനെ വേണമെങ്കിൽ, അപ്പൊ ജസ്റ്റ് ഒരു വേ ഓഫ് ചൂസിങ് ടു ഫോം ഗ്രൂപ്പ്സ് അങ്ങനെയാണ്. ഇറ്റ് ഈസ് കോൾഡ് എ കോമ്പിനേഷൻ. അപ്പൊ ദ നമ്പർ ഓഫ് കോമ്പിനേഷൻസ് ഓഫ് n distinct objects taken r at a time is denoted by c of n, r or ncr, or ഇതിനെ ഇങ്ങനെയും ഡിനോട്ട് ചെയ്യാറുണ്ട്. ബ്രാക്കറ്റിൽ ഇങ്ങനെ n r ഇട്ട് കഴിഞ്ഞാൽ മീൻസ്
NCR എന്നാണ്. ഓക്കെ, and is given by അപ്പോൾ number of combinations of n distinct objects taken R at a time. ഓക്കെ, n ൽ നിന്ന് R ചൂസ് ചെയ്യുകയാണെങ്കിൽ then അതിന്റെ മൂന്ന് രീതിയിൽ ഡിനോട്ട് ചെയ്യാം. C of n, R അല്ലെങ്കിൽ NCR അല്ലെങ്കിൽ ഇതുപോലെ ബ്രാക്കറ്റിൽ n താഴെ R. And this is given by C of NR is equal to NCR is equal to bracket NR is equal to n factorial divided by R factorial into n minus R factorial. Clear ആയല്ലോ? n factorial divided by R factorial into n minus R factorial. Where R ന്റെ വാല്യൂ എന്താണ്? 0 to n. അത് സെയിം. ഓക്കെ, ആ 0 ന്റെ n ന്റെ ഇടയിലാണ് R ന്റെ വാല്യൂ വരിക. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്. In permutation, not only groups are formed, but also arrangement of the objects are considered in definite order. Okay, അതായത് arrangement, നമ്മൾ objectsന്റെ arrangement consider ചെയ്യുമ്പോൾ particular orderും കൂടി നമ്മൾ consider ചെയ്യണം. അതായത് orderന് ഒരുപാട് importance ഉണ്ട്. Whereas in combination, only groups are made and the order of objects in groups is immaterial. Immaterial പറഞ്ഞു കഴിഞ്ഞാൽ അത് important അല്ല. കൺസേൺ നമ്മുടെ കൺസേണിലുള്ളതല്ല. ഓർഡർ ഒരു പ്രോബ്ലം അല്ല, ഏത് ഓർഡറിൽ വേണമെങ്കിലും പ്രശ്നമില്ല. പക്ഷെ നമ്മൾ ജസ്റ്റ് ഒരു വേ ഓഫ് ചൂസിങ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് ഫോം ചെയ്യുക എന്നുള്ളൊരു കൺസേൺ മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ബേസിക് ആയിട്ട് എന്താണ് പെർമ്യൂട്ടേഷൻ, എന്താണ് കോമ്പിനേഷൻ, ബേസിക് ഡിഫറൻസ് നമുക്ക് നോക്കാം. പെർമ്യൂട്ടേഷനിൽ ദ ഡിഫറെന്റ് വേസ് ഓഫ് അറേഞ്ചിങ് എ സെറ്റ് ഓഫ് ഓബ്ജെക്ട്സ് ഇൻ ടു എ സീക്വൻഷ്യൽ ഓർഡർ. ദിസ് ഇസ് ടേംഡ് ആസ് പെർമ്യൂട്ടേഷൻ. നമ്മൾ പറഞ്ഞു, അതായത് സെറ്റ് ഓഫ് ഓബ്ജെക്ട്സിനെ നമ്മൾ പെർട്ടിക്കുലർ ഓർഡറിൽ അറേഞ്ച് ചെയ്യും, അതാണ് പെർമ്യൂട്ടേഷൻ. Combination എന്ന് പറയുന്നത് one of the several ways of choosing items from a large set of objects. കുറേ objects എന്ന ഒരു particular way of selection and choosing ആണ്. Okay, without considering any order. Now, permutation order is very relevant, whereas in combination order is quite irrelevant, not important. Okay, it denotes the arrangement of objects. അതായത് permutation പറയുന്നത് arrangement of objects ആണ്. പക്ഷെ ഇവിടെ കോമ്പിനേഷൻ ശരിക്കും എന്താ, വേ ഓഫ് ചൂസിങ് ഐറ്റംസ് ആണ്. അതായത് അറേഞ്ച്മെന്റിന് അങ്ങനെ ഇമ്പോർട്ടൻസ്, ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ അറേഞ്ച് ചെയ്യുക അതിനല്ല ഇമ്പോർട്ടൻസ്, ജസ്റ്റ് ചൂസ് ചെയ്യുക, ഗ്രൂപ്പ്സ് ഫോം ചെയ്യുക, അതാണ് ഇമ്പോർട്ടൻറ്റ്. മൾട്ടിപ്പിൾ പെർമ്യൂട്ടേഷൻസ് ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം എ സിംഗിൾ കോമ്പിനേഷൻ. കാരണം ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഓർഡർ അവിടെ ഇമ്മെറ്റീരിയൽ ആണ് അല്ലെ. അപ്പോൾ ഒരു കോമ്പിനേഷനിൽ കുറെ പെർമ്യൂട്ടേഷൻസ് നമുക്ക് കിട്ടും. പക്ഷെ അതേസമയം ഒരു സിംഗിൾ പെർമ്യൂട്ടേഷനിൽ ഒരു കോമ്പിനേഷൻ മാത്രമേ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താ, ഒരു സിംഗിൾ പെർമ്യൂട്ടേഷൻ പറയുമ്പോൾ അത് സ്പെസിഫിക് ഓർഡറിലായിരിക്കും. അപ്പോൾ ആ ഓർഡറിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ സെലക്ഷൻ ഒറ്റൊരു കോമ്പിനേഷനെ പോസിബിൾ ഉള്ളൂ. നെക്സ്റ്റ് പെർമ്യൂട്ടേഷനിൽ ദേ ക്യാൻ സിംപ്ലി ബി ഡിഫൈൻഡ് ആസ് ഓർഡേർഡ് എലമെന്റ്സ്, വെറാസ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് അൺഓർഡേർഡ് സെറ്റ്സ് ആണ്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ജസ്റ്റ് ഇത് ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഫോർമുല നോക്കാം. ലെറ്റ് n and r be integers such that 0 less than or equal to r less than or equal to n, then NPR is equal to, അതായത് പ്രോബ്ലംസിലൊക്കെ ആപ്ലിക്കബിൾ ആവും, NPR is equal to NCR into R factorial, where 0 less than or equal to R less than or equal to n. NPR is equal to NCR into R factorial. Okay, where 0 less than or equal to R less than or equal to n. Next one NCN minus R എന്ന് പറയുന്നത് NCR തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ചില കേസസിൽ നമുക്ക് പ്രോബ്ലംസിൽ ഇത് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ NC n minus r ഫോമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ NCR ആയിട്ട് എഴുതാം. Okay, next one NCR plus NCR minus 1 can be written as n plus 1 CR. മനസ്സിലായോ? NCR plus NCR minus 1 എന്ന് പറയുന്നത് എന്താ, n plus 1 CR തന്നെയാണ്. Next one n raised to n minus 1 CR minus 1 is equal to n minus r plus 1 n CR minus 1. n raised to n minus 1 into CR minus 1 is equal to n minus r plus 1 n CR minus 1. Next one NCX is equal to NCY. അങ്ങനെയാണെങ്കിൽ then x equal to y or x plus y is equal to n. NCX അതായത് NC സെയിം ആണ്, x ഉം y ഉം ഡിഫറെന്റ്. then അതിന്റെ മീനിങ് NCX equal to NCY ആണെങ്കിൽ x equal to y എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ രണ്ടിന്റെ സം x plus y എന്ന് പറയുന്നത് n ആണ്. ഇനി സെലക്ഷൻ ഓഫ് വൺ ഓർ മോർ ഓബ്ജെക്ട്സ്. ഇപ്പൊ നമ്മൾ വൺ ഓർ മോർ ഓബ്ജെക്ട്സ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ നോക്കാം. ദ നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് വൺ ഓർ മോർ ഐറ്റംസ് ഫ്രം എ ഗ്രൂപ്പ് ഓഫ് n ഡിസ്റ്റിങ്ക്ട് ഐറ്റംസ്. അതായത് ഇപ്പൊ സപ്പോസ് n ഡിഫറെന്റ് ഓബ്ജെക്ട്സ് ഉണ്ട്, അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യണം, ഒരു ഐറ്റംസ് സെലക്ട് ചെയ്യണം, ഗ്രൂപ്പ്സ് ഫോം ചെയ്യണം എങ്കിൽ നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് എന്തായിരിക്കും? ഇറ്റ് ക്യാൻ ബി സെലക്ടഡ് either, അതായത് NC1 plus NC2 plus etc up to NCN. That can be written as 2 raised to n minus 1. Clear ആയല്ലോ? n objects ഉണ്ട്, n objects നമുക്ക് എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. NC1 plus NC2 plus etc up to NCN, which can be written as 2 raised to n minus 1.
Okay, the number of ways of selecting some or all out of P1 plus P2 plus Pn etc. Pn items where P1 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ P1 ആണ് P1 എന്ന് പറയുന്നത് സെയിം ടൈപ്പ് ഓഫ് ഓബ്ജക്ട്സ് ആണ്. അതുപോലെ P2 another type of objects സിമിലർ ആയിട്ടുള്ളത്. അതുപോലെ Pn ഉം alike of nth kind. Then നമുക്ക് number of ways of selecting some or all out of ഈ objects എന്ന് പറയുന്നത് എന്താ P1 plus 1 into P2 plus 1 into etc. up to Pn plus 1 minus 1. Okay, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് സെലക്ഷൻ ആണ് തന്നിരിക്കണമെങ്കിൽ നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യാം. സോ ഇവിടെ NC1 ഇപ്പോൾ നമ്മൾ നോർമലി ഈ ഓർ ആൻഡ് കണ്ടീഷൻ പറയാറുണ്ട് അല്ലെ. അപ്പോൾ ഓർ എന്ന് പറയുമ്പോൾ നമ്മൾ ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലസും ആൻഡ് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ക്ലിയർ ആയോ? അപ്പോൾ ഇതുപോലെ കോമ്പിനേഷനിലാണെങ്കിൽ പെർമ്യൂട്ടേഷനിലാണെങ്കിൽ നമുക്കിപ്പോൾ ഇതുപോലത്തെ കോമ്പിനേഷൻസ് വന്നു കഴിഞ്ഞാൽ ഓർ എന്നുള്ളത് കോമ്പിനേഷൻ അങ്ങനെ ഏത് ദിസ് ക്യാൻ ബി അറേഞ്ച്ഡ് ആസ് ദിസ് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ പറഞ്ഞു ഓർ ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ പ്ലസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ആൻഡ് എന്നുള്ളത് അതായത് ഇങ്ങനെ ചൂസ് ചെയ്യണം പ്ലസ് ആൻഡ് ഇതുപോലെ ചെയ്യണം അങ്ങനെ രണ്ട് കണ്ടീഷൻസ് ആൻഡ് എന്നുള്ളത് നമുക്ക് നിർബന്ധമായിട്ട് വരികയാണെങ്കിൽ അവിടെ നമുക്ക് ഇൻറ്റു അതായത് മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.